നവകേരള സദസ്സിന് നാളെ സമാപനം. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. നാളെ വട്ടിയൂർക്കാവിൽ പൊതുയോഗത്തോടെ നവകേരള സദസ്സ് സമാപിക്കും. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, സംഭവബഹുലമായിരുന്നു ഈ സദസ്സിലുടനീളം. നിരവധി പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അക്രമ സംഭവങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ഇന്ന് തിരുവനന്തപുരത്താണ് പര്യടനം. ഏറ്റവും ഒടുവിൽ ഇന്നലെ ആറ്റിങ്ങലിൽ വീടുകൾ കയറിയുള്ള ആക്രമണത്തിൽ വരെ കാര്യങ്ങളെത്തിയ പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇന്ന് പരിപാടി നടക്കുക? രജിത്ത്, കഴിഞ്ഞ മാസം 17-ന് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവെടുക്കയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് അതിന്റെ സമാപനത്തോട് അടുക്കുകയാണ്. നാളെ വൈകിട്ട് വട്ടിയൂർക്കാവിലെ പൊതുസമ്മേളനത്തോടുകൂടി ഔദ്യോഗികമായി നവകേരള സദസ്സിന് സമാപനമാകും. പിന്നെ കാനൻ രാജേന്ദ്രൻ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലാണ്. അത് ജനുവരി 1, 2 തീയതികളിലായി നടക്കും. ഇന്നിപ്പോൾ കാട്ടാക്കടയിൽ പ്രഭാതയോഗം മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേരുകയാണ്. പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് നടക്കാനുള്ളത്. നാളെ മറ്റു 3 മണ്ഡലങ്ങൾ കൂടി പൂർത്തിയാക്കി നവകേരള സദസ്സ് സമാപിക്കും. രജിത് സൂചിപ്പിച്ച പോലെ തീർത്തും സംഭവബഹുലമായിരുന്നു. കാരണം സംസ്ഥാന മന്ത്രിസഭ ഒന്നാകെ ഇത്തരത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരുടെ നിവേദനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിരുന്നു. അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അത്തരത്തിൽ മണ്ഡലപര്യടനം പൂർത്തിയാകാറാകുമ്പോൾ ആ രീതിയിൽ സർക്കാർ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ ഇതിന്റെ വിജയം യഥാർത്ഥ നിശ്ചയിക്കപ്പെടുക നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതികൾ, ആ പരാതികൾ സർക്കാർ വരുത്തിയ തീർപ്പ്, അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനം ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയമായി ഈ ഒരു യാത്ര സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തെ മുന്നണി സംവിധാനത്തെ ഒന്നാകെ ചലിപ്പിക്കാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞു. എല്ലായിടത്തും ആ രീതിയിൽ പ്രവർത്തകരെ ഉണർത്താൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇത് വിജയമാകണമെങ്കിൽ സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണം. ആ ഓഡിറ്റിംഗ് ആകും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ആഴ്ചകളിൽ സർക്കാർ നേരിടാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന് നിസ്സഹകരണത്തിൽ തുടങ്ങി പിന്നീട് തമ്മിലടി, അതായത് ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള തമ്മിലടിയായി പലപ്പോഴും മാറുന്നു, തെരുവ് യുദ്ധമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്നലെ രാത്രിയിൽ സൂചിപ്പിച്ച പോലെ ആറ്റിങ്ങലുണ്ടായത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് ഇടത് CPM പ്രവർത്തകർ ആക്രമിക്കുന്നു, DYFI പ്രവർത്തകർ ആക്രമിക്കുന്നു. അതിന് മറുപടിയായി ഒരു പഞ്ചായത്ത് അംഗത്തിലെ വീട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർക്കുന്നു. അത്തരത്തിൽ തെരുവ് യുദ്ധമായി മാറുന്നു. പ്രത്യേകിച്ചും ആദ്യമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാൻ എത്തുന്ന പ്രവർത്തകരെ CPM DYFI പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെങ്കിൽ പിന്നീട് അവർ കൊല്ലത്ത് മുതൽ തിരിച്ചടി തുടങ്ങി. ആ തിരിച്ചടിയാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. ഇതിനിടെ തലസ്ഥാനത്ത് വലിയ തെരുവ് യുദ്ധം യൂത്ത് കോൺഗ്രസ് മാർച്ചിലുണ്ടായി. ഇന്നലെ KSU മാർച്ച് അക്രമാസക്തമായി MLA-ക്ക് വരെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ഈ നവകേരള സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊന്നായത് മാറി. ഗവർണറുടെ നീക്കങ്ങൾ, ഗവർണറുടെ തെരുവിലിറങ്ങിയുള്ള SFI പ്രവർത്തകരുടെ പോർവിളി, കാലിക്കറ്റ് സർവകലാശാലയിലെ സംഭവങ്ങൾ, ഗവർണർക്കെതിരെ ഒടുവിൽ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചതും ആ കത്തിനെ പോലും താൻ വകവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗവർണറുടെ പ്രതികരണവുമൊക്കെ അത്തരത്തിൽ തീർത്തും സംഭവബഹുലമായ ഒരു മാസത്തേറെ കാലമാണ് കടന്നുപോകുന്നത്. ഇതിന്റെ യഥാർത്ഥ ഫലം, ഇത് വിജയമാണോ പരാജയമാണോ എന്ന് വിലയിരുത്തുക ജനങ്ങളാണ്. അതിന്റെ വിലയിരുത്തൽ അടിസ്ഥാനം ജനങ്ങൾ നൽകിയ നിവേദനങ്ങൾ, അതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ, അത് എത്രത്തോളം ജനങ്ങൾക്ക് ഗുണം ചെയ്തു എന്ന കണക്കെടുപ്പ് തന്നെയാകും. അതാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. പ്രധാനമായി അത് തന്നെയാണ്. കാരണം ഈ പരാതികൾ എന്നായിരുന്നു ആദ്യം, പരാതികൾ സ്വീകരിക്കുമെന്നായിരുന്നു. പിന്നീട് നിർദ്ദേശങ്ങളായി നിരവധി നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഷയിൽ ലഭിച്ചു. ഓരോ ജില്ലയിലെയും കണക്കുകളടക്കം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് കൃത്യമായി കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ കണക്കുകൾ ഇപ്പോൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഈ പരാതികളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമോ? കാരണം സമയപരിധി കാസർകോട്ടെയും കണ്ണൂരെയും ഒക്കെ കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. അവിടെയും ഈ പരിഹരിച്ച പരാതികളുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ് എന്ന ആക്ഷേപങ്ങളൊക്കെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പൊതുവേ ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ, ഇതിനൊക്കെ അപ്പുറം CPM-ഉം CPI-യും ഘടകകക്ഷികളെല്ലാം ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളെ പ്രതിരോധിക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് അരുൺ പറഞ്ഞതുപോലെ മുന്നണിക്ക് ഒരു ഉണർവ്, ജനങ്ങളെ ഇതെങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതെന്ത് ഗുണം നൽകി എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തുക. പക്ഷേ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ചും 2 മന്ത്രിമാർ മാറി, ഒരു മന്ത്രിസഭ, ഒരുപക്ഷെ വകുപ്പ് മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ
തീർച്ചയായും അതുതന്നെയാണ് ഈ യാത്ര തുടങ്ങുമ്പോൾ പ്രതിപക്ഷം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ യാത്രയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സർക്കാർ ചെലവിൽ സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണമെടുത്തുകൊണ്ട് അന്ന് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ധൂർത്ത് യാത്ര, ഇതാണ് പ്രതിപക്ഷം പറഞ്ഞത്. സ്വാഭാവികമായും രാഷ്ട്രീയം തന്നെയാണ് തുടക്കം മുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് ഒരു പക്ഷേ ഒരു പരിധിവരെ സർക്കാരിനെ ഗുണം ചെയ്യും, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. എന്നാൽ രഞ്ജിത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ ഫലം ജനങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്തു ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര പരാതികൾ പരിഹരിച്ചു, അല്ലെങ്കിൽ പതിവ് പോലെ സർക്കാരിന് ലഭിക്കുന്ന പരാതികൾ ചവിട്ടൂട്ടിലേക്ക് പോകുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായെന്ന കാര്യമൊക്കെ കൃത്യമായി വിലയിരുത്തപ്പെടും. പഴയതുപോലെ ഒന്നും വിലയിരുത്തപ്പെടാതെ പോകുന്ന സംവിധാനമല്ല കേരളത്തിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായത് വിലയിരുത്തപ്പെടും. അവിടെയാണ് ഇതിന്റെ വിജയം. അതിൽ കൂടി വിജയിക്കാൻ ഒരുപക്ഷെ ഇതൊരു ചരിത്ര യാത്രയായി മാറുമെന്ന ഉറപ്പാണ്. മറ്റൊരു സർക്കാരും മറ്റൊരു മുഖ്യമന്ത്രിയും കാട്ടാത്ത ധൈര്യമാണ് പിണറായി വിജയൻ ആ രീതിയിൽ കാട്ടിയത്. അത് വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇവിടെയാണ് അതിന് കൃത്യമായ ഫലം വരാൻ പോകുന്നത്. അത് ആ കണക്കുകളാണ്, ജനങ്ങൾക്ക് ലഭിച്ച നേട്ടമാണ്, അവർക്ക് ലഭിച്ച ആശ്വാസമാണ്. അത് പരാതികളായാലും നിവേദനങ്ങളായാലും നിർദ്ദേശങ്ങളായാലും. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ അവകാശവാദം ഈ പൊതു യോഗങ്ങളിൽ, അതായത് പ്രഭാത യോഗങ്ങളിൽ നിന്ന് നിവേദനങ്ങൾക്കൊപ്പം ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സ്വാധീനിക്കും. അത് കൃത്യമായി അതിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കും എന്നൊക്കെ പറയുമ്പോൾ ആ നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് നിവേദനങ്ങൾക്ക്, പരാതികൾക്ക് ഉണ്ടാക്കിയ തീർപ്പ് കൽപ്പിച്ച പരിഹാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് വരും ദിവസങ്ങളിൽ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉള്ളത്. നവകേരള സദസ് അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. നാളെ വൈകിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നവകേരള സദസ് അവസാനിക്കുക. അല്പസമയത്തിനകം മുഖ്യമന്ത്രി രാവിലത്തെ പ്രഭാത യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാകുന്നത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.